നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 ബുധനാഴ്ചയാണ്. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും വിപണികൾ ഇടിഞ്ഞു. തിങ്കളാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്ത നിഫ്റ്റി 26,326 എന്ന റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ 26,000-അരികെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ 26,300, 330 സോണിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ ഡെയിലി മാർക്കറ്റ് ന്യൂസ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിനായി ദയവ് ചെയ്ത് ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വരുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വലിയ വ്യാപാര കമ്മി കുറയ്ക്കുക, എണ്ണ വ്യാപാരം തുടരുക, ആണവോർജ്ജത്തിലും പ്രതിരോധത്തിലും ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയൊക്കെ ആയിരിക്കും ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ. സന്ദർശന വേളകളിൽ നിരവധി സർക്കാർ ബിസിനസ് കരാറുകൾ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്കറിയേണ്ട കാര്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇറക്കുമതികൾ ഏതൊക്കെയാണെന്നാണ്. അസംസ്കൃത എണ്ണ, വളങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ, വിലയേറിയ കല്ലുകൾ, ലോഹങ്ങൾ, യന്ത്രങ്ങൾ, ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയവയാണ്. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നവ യന്ത്രങ്ങൾ, ഔഷധങ്ങൾ, രാസവസ്തുക്കൾ, കാർഷികോൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, തുകിൽ തുടങ്ങിയവയാണ്. ഇന്ന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ റിഫൈനിങ് എനർജി കമ്പനികളാണ്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, IOC, BPCL, HPCL തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ONGC, ഓയിൽ ഇന്ത്യ, ഡിഫൻസ്, എയറോസ്പേസ് സെക്ടറിലുള്ള കമ്പനികൾ കൂടി ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. BDL, ഭാരത് ഫോർജ്, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ കമ്പനികൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു വാർത്ത, റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി നവംബറിൽ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1.8 ദശലക്ഷം ബാരൽ പെർ ഡേ ആയി ഉയർന്നിരിക്കുന്നു. ഇത് മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ 35%-ലധികമാണ്. റോസ്നെഫ്റ്റും ലുക്കോയിലിനുമെതിരായ US ഉപരോധങ്ങൾക്ക് നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. അതിനു മുൻപായി റിഫൈനറികൾ ഫ്രണ്ട് ലോഡ് ചെയ്ത് കയറ്റുമതി കാരണമാണ് ഈ കുതിച്ചുചാട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉപരോധ സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യൻ റിഫൈനറികൾ ഇറക്കുമതി 1.9 മുതൽ 2 ദശലക്ഷം ബാരലായി ഉയർത്തി. പക്ഷേ ഉപരോധത്തിന് ശേഷം ഡിസംബറിൽ 1 മുതൽ 1.2 വരെ ദശലക്ഷം ബാരലായി കുത്തനെയുള്ള ഒരു ഇടിവും ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാങ്കുകൾ പുതിയ വായ്പകളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. പുതിയ വായ്പാ നിരക്കുകൾ ഒക്ടോബറിൽ 14 ബേസിസ് പോയിന്റ്സ് ഉയർന്ന് 8.64%. സെപ്റ്റംബറിൽ അത് 8.50% ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ജൂലൈയിൽ 19 ബേസിസ് പോയിന്റ്സ് വർധനവിന് ശേഷം ബാങ്കുകൾ നിരക്കുകൾ 31 ബേസിസ് പോയിന്റ്സ് കുറച്ചിരുന്നു. ഏതായാലും ഇന്ന് ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ പോസിറ്റീവിലാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മാർവൽ ടെക്നോളജീസ് ഡാറ്റാ സെന്ററുകൾക്കായുള്ള ശക്തമായ വളർച്ചാ പദ്ധതികൾ നിക്ഷേപകർ ഇഷ്ടപ്പെട്ടതിനാൽ സ്റ്റോക്ക് ഏകദേശം 10% ഉയർന്നത്. എൻവിഡിയ പോലുള്ള ടെക് ഓഹരികളും ഇന്നലെ ഉയർന്നു. ഇനി ബിറ്റ്കോയിൻ തിങ്കളാഴ്ച വലിയ ഇടിവിലേക്ക് പോയിരുന്നു. അതിൽ നിന്നും ഒരു റിക്കവറി ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. അത് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും ഒരു ഉണർവ് കാണാൻ കാരണമായി. ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഡിസംബർ 10 നടക്കാനിരിക്കുന്നത്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടുകളും ഇനി വരാനുണ്ട്. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 89%. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.23% ഇടിഞ്ഞു. വിപ്രോ 0.74% നേട്ടമാണ് ഉണ്ടാക്കിയത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 1.13% നേട്ടവും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.15% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സും നേട്ടത്തിൽ തന്നെയാണ്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. UK മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും ഇടിഞ്ഞപ്പോൾ ജർമ്മൻ മാർക്കറ്റ് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.75% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.23% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.84% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,203 എന്ന നിലയിൽ 4 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 15 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്.
ഇനി നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. RPP ഇൻഫ്ര പ്രൊജക്ട് എന്ന കമ്പനിയാണ് ആദ്യം. തമിഴ്നാട്ടിൽ 26 കോടി രൂപയുടെ പുതിയ റോഡ് നിർമ്മാണ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ബിക്കാജി ഫുഡ്സ് എന്ന കമ്പനിയാണ്. അതിൻ്റെ US സബ്സിഡറിയിൽ $250,000 കമ്പനി നിക്ഷേപിക്കും. ആ കമ്പനിയുടെ 100% ഓഹരികൾ ഇതോടെ ബിക്കാജി ഫുഡ്സിന് സ്വന്തമാവും. US യൂണിറ്റ് ലഘുഭക്ഷണങ്ങൾ വിൽക്കുന്നതിനും 2025 സാമ്പത്തിക വർഷത്തിൽ $1.77 ബില്യൺ വിറ്റുവരവ് നേടുകയും ഇതുവഴി ചെയ്യും. അടുത്ത ഇന്ത്യ സിമൻസ് എന്ന കമ്പനിയാണ്. അതിൻ്റെ വിദേശ അനുബന്ധ സ്ഥാപനങ്ങൾ ഒരു ഇന്തോനേഷ്യൻ കമ്പനിയിലെ അവരുടെ ഓഹരി ഏകദേശം 5.2 കോടിക്ക് വിൽക്കുന്നു. ആ കമ്പനി വരുമാനത്തിൽ 0.5% മാത്രമേ സംഭാവന ചെയ്തിട്ടുള്ളൂ. വിൽപ്പനയ്ക്ക് ശേഷം ആ കമ്പനി ഇന്ത്യ സിമൻസിൻ്റെ ഭാഗമായിരിക്കുകയില്ല. അടുത്ത വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് എന്ന കമ്പനിയാണ്. ESOP പ്രകാരം ജീവനക്കാർക്ക് 10,000 ഓഹരികൾ നൽകി. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 3,642 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4,646 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 26,032-ൽ 144 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലുമായി സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ പലതവണ ടച്ച് ചെയ്തിരുന്ന നിഫ്റ്റി വീണ്ടും ഇടിയുകയുണ്ടായി. കൂടാതെ 26,300 വളരെ പ്രധാനപ്പെട്ട ലെവലാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഏകദേശം ആ ഒരു ലെവലിൽ നിന്ന് കൂടിയാണ് ഈ ഒരു ഫോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയും ഏകദേശം 144 പോയിന്റ്സ് ആണ് ഇടിഞ്ഞിരിക്കുന്നത്. സൈഡിൽ 26,052 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,937 ആണ്. നിഫ്റ്റിയുടെ 10-ഡേ EMA ആയിട്ടുള്ള 26,073 താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി 20-ഡേ EMA വരുന്നത് 25,966 ലെവലിലുമാണ്. ഇനി ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവൽ വരുന്നത് 25,922-ലുമാണ്. നമുക്കിവിടെ എവിടെ നിന്നാണ് ഒരു റിവേഴ്സൽ ലഭിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇനി ഇന്നലത്തെ ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് റിവേഴ്സൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് എത്രത്തോളമാണ് എന്നുള്ളത് കൂടുതൽ കൺഫർമേഷനുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കീ റെസിസ്റ്റൻസ് ഏരിയ ആയി കാണാൻ സാധിക്കുന്നത് 26,300 മുതൽ 26,330 വരെയുള്ള ഒരു റേഞ്ച് തന്നെയാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് 25,500-ലേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതകളുള്ളൂ. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 26,050 സ്ട്രൈക്കിൽ 56% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 3,479% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തായി 26,000 സ്ട്രൈക്കിൽ 101% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 178% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,100 സ്ട്രൈക്കിൽ 56% ഇടിവ് ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിൽ കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 436% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000-ഉമാണ്. നിഫ്റ്റിക്കൊപ്പം ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ ഇടിഞ്ഞു. 59,274-ൽ 408 പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ പ്രധാനപ്പെട്ടതായിരുന്നു. അവിടെ നിന്നും ഒരു ഫോളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 58,598 ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി 60,000 മുതൽ 60,100 വരെയുള്ള സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 59,300 മുതൽ 59,200 വരെയുള്ള ആ ഒരു ലെവൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്ന OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. അതിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.